to my YouTube channel, The Pharmacy by Roshni. This is our Pharmaceutics third class. We will discuss mixing, double cone mixer. So first of all, what is mixing? Mixing is mixing is ഒന്നിൽ കൂടുതലോ കമ്പോണൻസിനെ നമ്മൾ ഒരു പ്രോസസ്സ് ഉപയോഗിച്ചിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സിംഗിൾ മാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് മിക്സിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ഒന്നിൽ കൂടുതലുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് എന്തും ആവാം, സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, അല്ലെങ്കിൽ വേപ്പർ ആവാം. അതൊരു സിസ്റ്റത്തിനകത്ത് വെച്ചുകൊണ്ട് തന്നെ അതിനൊരു സിംഗിൾ മാസ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ മിക്സിംഗ് എന്ന് പറയുന്നത്. ഇനി മിക്സിംഗ് എന്ന് പറയുന്നത് കുറെ ടൈപ്സ് ഉണ്ട്. പോസിറ്റീവ് മിക്സിംഗ്, അതുപോലെ നെഗറ്റീവ് മിക്സിംഗ്, ന്യൂട്രൽ മിക്സിംഗ്. എന്താണ് പോസിറ്റീവ് മിക്സിംഗ്? പോസിറ്റീവ് മിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സിബിൾ ആവുന്ന, അതായത് പരസ്പരം യോജിച്ചു പോകുന്ന രണ്ട് സാധനങ്ങളെ മിക്സ് ചെയ്യുന്ന പ്രോസസ്സാണ്. സോ പരസ്പരം യോജിച്ചു പോകുന്ന അല്ലെങ്കിൽ മിക്സിബിൾ ആയിട്ടുള്ള രണ്ട് സാധനങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരിക്കും ആ ഒരു മിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെയാണ് നെഗറ്റീവ് മിക്സിംഗ്. വാട്ട് ഈസ് നെഗറ്റീവ് മിക്സിംഗ്? തീർച്ചയായിട്ടും ഇമ്മിസിബിൾ ആയിട്ടുള്ള രണ്ട് ലിക്വിഡ്സ് അല്ലെങ്കിൽ രണ്ട് സോളിഡ്സോ എന്തായിക്കോട്ടെ അതിനെ മിക്സ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ നെഗറ്റീവ് മിക്സിംഗ് എന്ന് പറയുന്നത്. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് സസ്പെൻഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ എമൽഷൻ ആയിക്കോട്ടെ. എമൽഷൻ എന്നൊക്കെ പറയുമ്പോൾ വാട്ടർ ആൻഡ് ഓയിൽ എമൽഷൻ ആയാലും ഓയിൽ ആൻഡ് വാട്ടർ എമൽഷൻ ആയാലും ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്ക് സിംപ്ലി ലൈഫിലുള്ള എക്സാമ്പിൾ ആയിട്ടുള്ള നമ്മുടെ മയോണൈസ് വേണമെങ്കിൽ എടുക്കാം. അത് നെഗറ്റീവ് മിക്സിംഗിന്റെ ഒരു എക്സാമ്പിൾ ആണ്. തേർഡ് മിക്സിംഗ് എന്ന് പറയുമ്പോൾ ന്യൂട്രൽ മിക്സിംഗ് ആണ്. ഈ മിക്സിംഗ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള മിക്സിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ ഓയിൻമെന്റ് അല്ലെങ്കിൽ പേസ്റ്റ്, ഇതൊക്കെ മിക്സ് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഓയിൻമെന്റ് ബേസുമായിട്ട് നമ്മളൊരു മെഡിക്കമെന്റ് അല്ലെങ്കിൽ മെഡിക്കൽ കമ്പോണന്റ് ആയിട്ടുള്ള ഒരു പൗഡറും നമ്മൾ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓയിലും ഈ ഒരു പൗഡറും കൂടിയിട്ട് മിക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. സോ അവിടെ കുറച്ച് ബുദ്ധിമുട്ടി നമ്മൾ മിക്സ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. എന്നാൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പഴയ സ്റ്റേറ്റിലേക്ക് എത്തുകയില്ല. അതാണ് ന്യൂട്രൽ മിക്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മിക്സിങ്ങിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് മിക്സിങ്ങും 3 ടൈപ്സ് ഓഫ് മിക്സിങ്ങും. അതുപോലെ തന്നെ എന്താണ് ഇതിലുള്ള ഫസ്റ്റ് അപ്പാരറ്റസ് ഓഫ് മിക്സിംഗ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ കോൺ ബ്ലെൻഡർ ആണ്. ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഷീനാണ് അല്ലെങ്കിൽ അപ്പാരറ്റസ് ആണ്. ഇത് നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് ഈസ് എ ഡബിൾ കോൺ ബ്ലെൻഡർ. ഈ ഫിഗറിൽ കാണുന്ന ഈ സാധനമാണ് ഡബിൾ കോൺ ബ്ലെൻഡർ. കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഈ ഒരു സൈഡിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ഇതുപോലെയൊക്കെ തന്നെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഡ്രോയിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ഡ്രോയിങ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഡയഗ്രാം നന്നായിട്ട് പഠിക്കുക. ആൻഡ് ഡബിൾ കോൺ ബ്ലെൻഡറിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡബിൾ കോൺ ബ്ലെൻഡർ അല്ലെങ്കിൽ ഡബിൾ കോൺ മിക്സർ എന്ന് പറയുന്നത് ഇറ്റ് വർക്ക്സ് ഓൺ ടംബ്ലിംഗ് മോഷൻ എന്ന് പറയുന്ന ഇതാണ്. അപ്പൊ ടംബ്ലിംഗ് മോഷൻ ആണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിന്റെ കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ 2 കോണിക്കൽ ആയിട്ടുള്ള വെസൽസ് കാണാം. ഈ കോണിക്കൽ വെസൽസ് എന്ന് പറയുന്നത് വളരെ ബൾക്കാണ്. ഈ കോണിക്കൽ വെസൽസ് എന്ന് പറയുമ്പോൾ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോണിക്കൽ ആയിട്ട് ഇങ്ങനെ ഒരു ഷേപ്പും താഴെ എന്ന് പറയുമ്പോൾ കോണിക്കൽ ആയിട്ട് ഇങ്ങനെ ഒരു ഷേപ്പുമാണ് വരുന്നത്. ഇതിനകത്ത് സ്റ്റെയിൻലെസ് ആയിട്ടുള്ള സ്റ്റീൽ ബ്ലേഡ്സ് അടങ്ങിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഇത് ഷാഫ്റ്റിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ലൈക്ക് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മോഷനിലാണ് ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ ഒരു സ്ട്രക്ചർ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മുകളിൽ ഒരു ലിഡ് ഉണ്ട്. ആ ലിഡിലൂടെയാണ് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫീഡ് ഡിസ്ചാർജ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ ഡബിൾ കോൺ ബ്ലെൻഡേഴ്സിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലൂടെ നമ്മുടെ ഫീഡ് ഇട്ട് കൊടുക്കുകയും സൈഡിലുള്ള ഒരു വാൾവിലൂടെ നമ്മൾ അത് ഡിസ്ചാർജ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു കോണിക്കൽ ആയിട്ടുള്ള ഒരു ഷേപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മിക്സിംഗ് അടിപൊളിയായിട്ട് നടക്കാനും ഒപ്പം നമുക്ക് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് വരാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ പരന്നതൊക്കെയാണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ റൗണ്ട് ആയിട്ടുള്ള ഒരു ബോഡിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ തുറന്നിട്ട് നമ്മൾ എന്തെങ്കിലും മെഷീൻസ് ഒക്കെ വെച്ച് സ്ക്രാപ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കണം. പക്ഷെ ഇങ്ങനെ ഒരു കോണിക്കൽ ആയിട്ടുള്ള ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അടിയിൽ ബോട്ടം തുറന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വീഴുകയും അതുപോലെ ഫില്ല് ചെയ്യാനാണെങ്കിൽ നമുക്ക് വേഗം ഇട്ട് കൊടുക്കാനും സാധിക്കുന്നതാണ്. സോ ഇതാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വർക്കിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോണിക്കൽ വെസലിലോട്ട് 2/3 വോളിയത്തിലാണ് നമ്മൾ സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പൊ എന്ത് തന്നെ ആണെങ്കിലും മിക്സ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നത് 2/3 വോളിയത്തിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് ഇട്ട് കുത്തി നിറച്ച് അടച്ചു വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിക്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കില്ല, അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ ഒരു കുലുക്കി സർബത്ത് കുടിക്കുകയാണ്. ഒരു ഗ്ലാസ്സിൽ മുഴുവനായിരിക്കും വെള്ളം ഒഴിച്ചിട്ട് വേറൊരു ഗ്ലാസ് വെച്ച് അതിനെ അടച്ച് മിക്സ് ചെയ്യുന്നത്. അപ്പൊ അവിടെ മിക്സ് ചെയ്യാനുള്ളൊരു സ്പേസ് നമ്മൾ വേറൊരു ഗ്ലാസ്സിലൂടെ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ 2 ഗ്ലാസ്സിലും നമ്മൾ മിക്സ് ഉള്ള സാധനം അതിനെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ മിക്സ് ആവില്ല. അപ്പോൾ ഇനഫ് ആയിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ ലീവ് ചെയ്യണം എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. സോളിഡ്
ആയിട്ടുള്ള പൗഡേഴ്സിനെ ഗ്രാനുൾസിനെ ഒക്കെ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫീഡ് നമ്മുടെ ലിഡിലൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത സമയത്ത് തന്നെ ഇവിടെ ഷാഫ്റ്റിൽ നിന്നുകൊണ്ട് ഈ ഒരു ഡബിൾ കോൺ ബ്ലെൻഡറിനെ നന്നായിട്ട് മിക്സ് ചെയ്യിപ്പിക്കുകയാണ്, അതായത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാർട്ടിക്കിൾസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹിറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഒരു ടംബ്ലിംഗ് മോഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിൾ വർക്ക്ഔട്ട് ചെയ്യാണ്. അങ്ങനെ മിക്സ് ചെയ്യുന്നതിലൂടെ ഇത് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാനുള്ള ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിളുടെ വോള്യൂം, അതായത് നമ്മൾ എത്ര ഫീഡിന്റെ വോള്യൂം എത്രയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഇതിന്റെ റൊട്ടേഷന്റെ സ്പീഡും, അതാണ് മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സ്പീഡ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് ലോ സ്പീഡിലാണ് നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ടംബ്ലിംഗ് മോഷൻ നടക്കത്തില്ല. ഹൈ സ്പീഡ് ആണെങ്കിലും അവിടെ ടംബ്ലിംഗ് മോഷൻ നടക്കത്തില്ല. പിന്നെ ഏത് സ്പീഡിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ സ്പീഡിൽ നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മിക്സിംഗ് ഉണ്ടാവുള്ളൂ. സോ ഏതൊരു നമ്മൾ നേരത്തെ പറഞ്ഞ ബോൾ മില്ലിനും ക്രിട്ടിക്കൽ സ്പീഡ് പറഞ്ഞു, അല്ലെങ്കിൽ കറക്റ്റ് സ്പീഡ് എന്താണെന്നുള്ളത് പറഞ്ഞു. ഇവിടെയും ക്രിട്ടിക്കൽ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള മിക്സിംഗ് നടക്കത്തുള്ളൂ. ഇത്രയുള്ളൂ ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ബൾക്കായിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ടിലുള്ള സോളിഡ് പൗഡേഴ്സിനൊക്കെ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഡബിൾ കോൺ ബ്ലെൻഡർ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ മെയിൻ്റെനൻസും വളരെ കുറവാണ്, മിനിമം മെയിൻ്റെനൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഗ്രാനുൾസ് മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഐഡിയൽ ആയിട്ടുള്ള ഒരു മിക്സറാണ് ഈ ഒരു ഡബിൾ കോൺ ബ്ലെൻഡർ എന്ന് പറയുന്നത്. സോ എക്സാമിന് അങ്ങനെ വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്, ഗ്രാനുൾസ് മിക്സ് ചെയ്യാൻ ഏത് ബ്ലെൻഡർ ആണ് അല്ലെങ്കിൽ ഏത് അപ്പാരറ്റസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാനുൾസിന് ഐഡിയൽ ആയിട്ട് മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഡബിൾ കോൺ ബ്ലെൻഡർ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഫീഡ് നമുക്ക് പുറത്തോട്ട് എടുക്കാനും അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനും ഫില്ല് ചെയ്യാനും ഒക്കെ വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ബ്ലെൻഡർ ആണ് ഡബിൾ കോൺ ബ്ലെൻഡർ. ആൻഡ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈൻ പൗഡേഴ്സിനെ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഇതിൽ പറ്റത്തില്ല. കുറച്ചും കൂടെ കോഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ഗ്രാനുവൽ ടൈപ്പിലുള്ള സോളിഡ്സ് മാത്രമേ നമുക്ക് ഇതിലൂടെ മിക്സ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. സോ കുറച്ചും കൂടെ കോഴ്സ് ആയിട്ടുള്ള സോളിഡ്സ് ആണ് മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് തന്നെയാണ് അതിന്റെ യൂസ് ആയിട്ട് വരുന്നത്. ഗ്രാനുൾസിന് മിക്സ് ചെയ്യാനായിട്ട് പറ്റുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടെ കോഴ്സ് പൗഡേഴ്സ്, അതായത് തരിയുള്ള കുറച്ചും കൂടെ വലുപ്പമുള്ള ഫൈൻ പൗഡേഴ്സ് അല്ലാതെ കുറച്ചും കൂടെ കോഴ്സ് ആയിട്ടുള്ള പൗഡേഴ്സിനെ മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഡബിൾ കോൺ ബ്ലെൻഡർ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് തന്നെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡബിൾ കോൺ ബ്ലെൻഡറിന്റെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. കാരണം ഓൾറെഡി ബോൾ മില്ലിൽ പറയുന്ന ക്രിട്ടിക്കൽ സ്പീഡിന്റെ കാര്യം ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കി കുറച്ച് കാര്യങ്ങളായിക്കോട്ടെ അതൊക്കെ ഇവിടെ ഉണ്ട്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്. ഇത് എന്ന് പറയുന്നത് സോളിഡ് ആയിട്ടുള്ള പൗഡേഴ്സിന്റെ മിക്സിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ബോൾ മിൽ എന്ന് പറയുന്നത് സൈസ് റിഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മറക്കത്തില്ല. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി തരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ ഇതുപോലുള്ള ക്ലാസ്സസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് വേഗം കിട്ടാനായിട്ട് ഇപ്പൊ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ പ്രത്യേകം പറയണ്ടല്ലോ, ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത മിക്സിങ്ങിന്റെ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ബൈ.